ഹായ്. അപ്പോൾ ഇന്ന് നമ്മുടെ കുമലില്ലേ കൂണ് അത് മഷ്റൂം അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എങ്ങനെ വെക്കൽ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ചിക്കനെല്ലാം വെക്കുന്ന പോലെ ആ ഒരു ടൈപ്പ് അങ്ങനെയാണല്ലോ, അങ്ങനെ ആയിരിക്കുമല്ലോ അത് വെക്കേണ്ടത്. അതിന് വേറെ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിന്ന് വല്ലാത്തൊരു ക്ഷീണമാണ്. അപ്പോൾ പണിയെടുക്കാനൊന്നും ഒരു മൂടില്ല. അല്ലെങ്കിൽ ഞാൻ വന്നപാട് എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. ഇതിപ്പോൾ നമുക്കൊരു മടിയാണ്, അത് വെക്കണമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്കൊന്ന് കറി വെച്ചെടുക്കാം. കാരണം സമയം ഇപ്പം 8:15 അപ്പോൾ വിശക്കുന്നുണ്ട്. പിന്നെ കറക്റ്റ് ഫുഡ് എല്ലാം കൃത്യമായിട്ട് ആക്കിയോണ്ട് വൈകുന്നേരത്തേക്ക് സാധാരണ വൈകുന്നേരത്തേക്ക് ഫ്രഷ് ആയിട്ട് ആക്കലാണ് കേട്ടോ ഫുഡെല്ലാം. അപ്പോൾ ഇന്ന് ചോറ് ഒന്നുമില്ല, കഴിക്കാനൊന്നുമില്ല. ഞാൻ വന്നിട്ട് അങ്ങനെ കഴിക്കില്ല, എല്ലാം കുക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കഴിക്കല് ഫുഡ്. അപ്പോൾ ഇന്ന് എനിക്ക് വിശക്കുന്നുണ്ട്, പക്ഷേ ഫുഡ് ഞാൻ ആക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ എത്തിയപ്പോൾ 7 മണിക്ക് എത്തും. ഫുൾ അടിച്ചിട്ടൊന്ന് കുളിക്കും, വിളക്കത്തിക്കും, പിന്നെ ഫുഡാക്കിയിട്ട് ഡയറക്റ്റ് കഴിക്കും. ഒരു ഏകദേശം ഒരു 8:30 8:15 ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കലാണ് സാധാരണ. നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് വേഗം തന്നെ കുക്ക് ചെയ്തിട്ട് ഏട്ടനെ ഹെൽപ്പ് ചെയ്തു മുറിച്ചരാനോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അങ്ങനെ ആണ്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് എത്തിയിട്ടാ. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്, ഫുഡ് ആക്കണമെന്നുണ്ട്. ഹസ്ബൻഡ് വന്നിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതെന്തായാലും ഇപ്പോൾ വന്ന് ഇങ്ങനെ ആക്കുമ്പോൾ 9:30 അങ്ങനെയല്ല ടൈം ആവുമല്ലോ കുക്ക് ചെയ്തിട്ടെല്ലാം ആകുമ്പോൾ. പിന്നെ അതുപോലെ അവരടുക്കളയിൽ കയറിയാൽ ഫുള്ള് നമുക്ക് എക്സ്ട്രാ പണിയായിരിക്കും. നമ്മൾ അതത് എടുത്ത് അതത് സ്ഥലത്ത് വെച്ച് അങ്ങനെയെല്ലാം ചെയ്യുമല്ലോ. അവരാകുമ്പോൾ ഇപ്പോൾ മുളക് പൊടി എടുത്തു അത് അടവെച്ചു, മറ്റോ എടുത്തു അടവെച്ചു, പാത്രങ്ങളെല്ലാം ആടെ ഫുള്ള്. പിന്നെ നമുക്ക് എക്സ്ട്രാ പണിയാവും, അധികം പണിയാവും. അതിനേക്കാളും നല്ല ഞാൻ തന്നെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ വലിയ പണിയൊന്നുമില്ല. ചോറ് വെച്ചിട്ട് റൈസ് കുക്കറിൽ വെക്കാം. പിന്നെ ഈ കൂൺ കറി ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ നമുക്കതൊന്ന് വെക്കാം കേട്ടോ. മടിയോട് കൂടിയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അതോട് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കാം. അപ്പം അങ്ങനെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. അത് വാങ്ങിയതാണ്. അപ്പോൾ കുറച്ച് ഏട്ടൻ വന്നു. അപ്പോൾ ഞാനൊന്ന് ഏട്ടൻ വന്നു കേട്ടോ, ഒരു ലോഡ് സാധനം കൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാനൊന്ന് വേഗം ഒന്ന് കറി വെക്കട്ടെ കേട്ടോ, അത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ് കേട്ടോ ഉള്ളത്. ഇത് കുറച്ചധികം ഇങ്ങനെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടിടാം. ഓക്കെ. അപ്പോൾ അടുക്കളയിലെ പരിതാപ അവസ്ഥ ആരും ഇതാക്കണ്ട. എന്താ വെച്ചാൽ ഞാൻ അധികം ഒന്നും അങ്ങനെ എടുത്തു വെച്ചിട്ടില്ല കേട്ടോ. നമുക്ക് കുറച്ചധികം കഴിഞ്ഞില്ല. പനിയെല്ലാം വരുന്നോ എന്നൊരു ഡൗട്ട്, എന്തെന്ന് പറയാൻ പറ്റുന്നില്ല, കാലാവസ്ഥയിലായിരിക്കും. അപ്പോൾ അടുക്കളയിലെ കോലൊന്നും ആരും ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് കഴുകിയിട്ട് ഇല്ല കേട്ടോ. ഇത് നമ്മൾ പെരിയെന്ന് വാങ്ങിയതാണ്. അടിപൊളി അച്ചാറാണ് കേട്ടോ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ അച്ചാർ കൂട്ടിയതിൽ അത്ര ടേസ്റ്റിൽ അച്ചാറാണ്. ഇതെന്തിനാൽ MR സ്വാതി പിക്കിൾ പെരിയായിട്ട് എടുക്കാം. ഹോം പ്രൊഡക്റ്റ് ആണ് കേട്ടോ. എന്താ ടേസ്റ്റ് ആണ് ഈ ഒരു അച്ചാറിൻ്റെ. സാധാരണ കല്യാണത്തിനെല്ലാം പോയാൽ ഈ ഒരു അച്ചാർ, കല്യാണത്തിനെല്ലാം സുഖമായി പോയി അമ്പലത്തിലെല്ലാം പോയി ഈ ഒരു ടൈപ്പ് അച്ചാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതിന്. അങ്ങനെ ടേസ്റ്റ് വന്ന അച്ചാറാണ് കേട്ടത്. നമ്മൾ ഇതിപ്പോൾ ഒരു നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്താണ് അറിഞ്ഞത്. ഒരു 4 കുപ്പി നമ്മൾ വാങ്ങി. അത് നമ്മൾ പെരിയെന്ന് സാധനം വാങ്ങുന്ന സമയത്ത് ഈ അച്ചാർ കണ്ടു. അങ്ങനെ നമ്മൾ ഈ ഒരു കുപ്പി വാങ്ങി. 200 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 4ാമത്തെ ബോട്ടിലാണ് ഈ ഒരു ടൈപ്പ് അച്ചാർ. ക്യാമറ അലർജിയിൽ ഒരാളെ കാണിച്ചു തന്നിട്ടാ. വേറൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തന്നിട്ട് മേടിക്കാൻ. അപ്പം അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഈ ഒരു കൂണ് കറി വെക്കണ്ടേ. മിക്കവാറും ഈ കൂണ് കറി വെക്കലുണ്ടാവില്ല കേട്ടോ. അപ്പം നമുക്ക് കൂണ് കറി വെക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് വേഗം ക്ലീൻ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സാധാരണ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇങ്ങനെ ഒരു ഇത് കാണുന്നുണ്ടല്ലോ, അതെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ആക്കും. പക്ഷെ അങ്ങനെയെല്ലാം കളയണമെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ കാര്യത്തിൽ. പിന്നെ എനിക്ക് ഇന്ന് അധികം ഇതാക്കാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ പിന്നെ അത് ഇല്ലത് കൊണ്ട് വേണം പോലെ എന്ന് പറഞ്ഞൊക്കെ അത്യാവശ്യം ഇതാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലും കാണുകയാണ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോസ് അങ്ങനെ ഞാൻ ഇടാറില്ല, ഷോർട്സ് വീഡിയോസ് മാത്രമാണ് ഇടല്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് വേറൊന്നും ഒരു അങ്ങനെ വെച്ച് തുടങ്ങിയതല്ല. എനിക്ക് സാധാരണ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഇത് കാര്യം നമുക്ക് പറഞ്ഞാൽ വീഡിയോ ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല, ഏർണിങ്സും കാര്യങ്ങളെല്ലാം നോക്കണം. പക്ഷെ ഞാൻ വീഡിയോ ചെയ്യുന്ന കുറവാണ്, ഷോർട്സ് വീഡിയോ മാത്രമാണ് അധികം ഞാൻ ചെയ്യൽ. ഞാൻ പിന്നെ ഇത് അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ ചെയ്യാൻ നമുക്ക് സമയമില്ല. ഞാനതിൽ ഇങ്ങനെ എനിക്കൊരു ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ചാനൽ. അതിൻ്റെ അർത്ഥം എനിക്ക് ഒരുപാടുണ്ട്, അപ്പോൾ ഏർണിങ്സിൻ്റെ ആവശ്യമില്ല, അതല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സമയമില്ല. കാരണം ഞാൻ ജോലിക്ക് വന്ന രാവിലെ 8:15 ബസ്സിനാണ്. അപ്പോൾ 8:15 ബസ്
ബസ്സിന് പോയിട്ട് വൈകുന്നേരം 7 മണിയെല്ലാം ആകുമ്പോഴാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് എത്തല്. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ ഒരു ദിവസം എനിക്ക് ക്ഷീണം എന്തെങ്കിലും ആയെങ്കിൽ 2 ദിവസത്തെ പെട്ടേ കാലായി. ഇനിയിപ്പോൾ കറിയാക്കി ചോറ് കഴിക്കുമ്പോഴത്തേക്ക് കിടക്കേണ്ട സമയമായി. അപ്പോൾ എൻ്റെ ആ ഒരു സമയം കഴിഞ്ഞു. രാവിലെ എഴുന്നേറ്റു വീണ്ടും പോയി കേട്ടോ. അപ്പോൾ ഇവിടെ TV വെച്ചിട്ടുണ്ട്, അതാണ് കേട്ടോ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ വീണ്ടും രാവിലെ ആകുന്നു പോകുന്നു, ഇതന്നെയാണ് ലൈഫ്. പിന്നെ ഞാനധികം ജോലിയിൽ നിന്ന് അങ്ങനെ ലീവ് എടുക്കില്ല കേട്ടോ, ലീവ് അങ്ങനെ എടുക്കില്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് ആ ഒരു സമയത്ത്, അതുകൊണ്ട് തന്നെ ക്യാഷ് ലീവിൽ ഒരുപാട് ബാക്കിയുണ്ട്. ഞാൻ ലീവ് എടുക്കലില്ല. ജോലിയിൽ നിന്ന് ലീവ് എടുക്കുന്നതിന് എതിർക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. മീൻസ് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതല്ല. എനക്കൊന്നും എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നിനും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനോ വേറെ അങ്ങനെ ഇതാവാനോ അല്ലെങ്കിൽ ആരെങ്കിലും കാര്യം എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ, അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജോലിക്ക് പോവാം, ലീവില്ലാതെ പോവാം, കൃത്യം ഒരു ദിവസം പോലും മുടക്കില്ലാതെ സാലറി വാങ്ങുക, അതാണ് എൻ്റെ ലക്ഷ്യം. വേറെ ഒന്നും എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ പാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയെല്ലാം ഞാൻ വേഗം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളി, തക്കാളി, പിന്നെ ഒരു ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, ചെറിയൊരു കഷ്ണം. അപ്പോൾ അത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ ഞാൻ പൊടികളെല്ലാം ഇട്ടു, മസാലകളെല്ലാം ഇട്ട്. ഇപ്പോൾ ഗരം മസാലയാണ്, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ചേർത്ത് ഇളക്കി വെള്ളമൊഴിച്ചു. പിന്നെ നമ്മുടെ കൂണിട്ടു, അങ്ങനെ വേവിച്ചെടുത്തു കേട്ടോ. പിന്നെ മല്ലിയിലയും കൂടി ചേർത്തു. അപ്പോൾ കറിവേപ്പില ചേർക്കാൻ നമുക്ക് വിട്ടുപോയി. പിന്നെ കഞ്ഞി വിളമ്പി. അപ്പോൾ കറി ഉണ്ടായിരുന്നു, അച്ചാർ ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നത്, പിന്നെ ഈ മുളക് കൊണ്ടാട്ട് ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നത്, പിന്നെ ഈ ഒരു ഉണക്കും അതും കൂടി ഇതാക്കിയിട്ടുണ്ട്. പിന്നെ പപ്പടും വരുമ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ തോരക്കറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുതന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാളും നല്ല അതായിട്ട് കഞ്ഞി കുടിച്ചു കേട്ടോ. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അധികം ഞാനല്ല ഏട്ടൻ എനിക്ക് അങ്ങനെ അധികം തരലുണ്ട്. പ്രത്യേകിച്ച് കഴിയാതിരിക്കുമ്പോൾ എല്ലാം എന്നോട് പറയും, ഞാൻ നിനക്ക് തരാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായ കൂടെ കൂടിക്കോട്ടോ.